നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചെന്നുള്ള നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 10:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. നെല്ലിമൂട് കണ്ണറവിള കോട്ടുകാൽ സ്വദേശി 22 വയസ്സുള്ള മനുവാണ് മരണത്തിനിരയായത്. പോലീസിന്റെ എഫ്ഐആർ പ്രകാരം അമ്പാടി, അതുപോലെ തന്നെ സജിൻലാൽ, മിഥുൻ, പൊടിയൻ എന്ന് വിളിക്കുന്ന ബിജു എന്നിവരാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ. ബൈക്ക് റേസിംഗിനെ തുടർന്നുണ്ടായ തർക്കവും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതുകൂടാതെ ഇവരെല്ലാം സുഹൃത്തുക്കളാണെന്നും അയൽവാസികളാണെന്നും കൂടി പോലീസ് പറയുന്നുണ്ട്. എഫ്ഐആറിൽ കൃത്യമായി പ്രതികളുടെ പേര് ചേർത്തിരിക്കുന്നത് പൊടിയൻ, മിഥുൻ, സജിൻലാൽ, അമ്പാടി എന്നിങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പ്രതികൾ മരിച്ചുപോയ മനുവിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ബൈക്ക് റേസ് ചെയ്യുകയും അതിനെ തുടർന്ന് മനു ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഈ ചോദ്യം ചെയ്യലാണ് വഴക്കിലേക്കും അവിടുന്ന് കൊലപാതകത്തിലേക്കും കലാശിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോലീസ് വശം. ഇതിനേക്കാളും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മരിച്ചുപോയ മനു അതുപോലെ തന്നെ പ്രതികളായ മറ്റു രണ്ടുപേരും സുഹൃത്തുക്കളും അടക്കമുള്ളവർ സ്ഥിരമായി ബൈക്ക് റേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിൽ പലപ്പോഴും ബൈക്ക് റേസിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ നടക്കാറും അതുപോലെ തന്നെ തർക്കങ്ങൾ നടക്കാറും പതിവാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പ്രതികളിൽ ഒരാളായ ബിജിന്റെ സംഘമാണ് ബൈക്ക് റേസിൽ വിജയിച്ചത്. അതിനെ തുടർന്ന് മനുവിനെ കളിയാക്കുകയും മനുവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുകയും കഴിഞ്ഞ ദിവസം പകൽ തന്നെ അതിന്റെ പേരിൽ ഇവർ തമ്മിൽ അടിയുണ്ടാകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് രാത്രി 10:00 കൂടി മനുവിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഇവർ ബൈക്ക് റേസ് ചെയ്യുകയും അത് മനു ചോദ്യം ചെയ്യുകയും ചെയ്തതും അതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ തർക്കമാകുന്നതും. തർക്കമായപ്പോൾ പൊടിയെന്ന് വിളിക്കുന്ന ബിജു, അതായത് ഈ പറഞ്ഞ പ്രതികളുടെ അച്ഛൻ ബിജു വന്ന് ഇടപെടുകയും അത് പിന്നീട് തർക്കവും വലിയ അടിയും അവിടുന്ന് കൊലപാതകത്തിലേക്കും കലാശിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. തർക്കത്തിനിടയ്ക്ക് മനുവിന് കുത്തേൽക്കുകയും കുത്തേറ്റ് വീഴുന്ന മനുവിനെ കണ്ടോടെ തന്നെ പ്രതികളടക്കമുള്ളവർ പേടിച്ച് ഭയന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്ന് പ്രതികളടക്കമുള്ളവർ ചേർന്നാണ് ഈ പറഞ്ഞ മനുവിനെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്തത്. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പോലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളും അടിയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഹോസ്പിറ്റലിനകത്ത് കയറി, അതായത് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് അകത്ത് കയറി ഡോക്ടർ ഇരിക്കുന്ന ചേംബറിൽ പോലും ഇവർ തമ്മിൽ രണ്ട് സംഘങ്ങളായി ചേർന്ന് വലിയ തരത്തിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ഒപ്പം തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിതിരിഞ്ഞുള്ള വലിയ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 11 മണിയോട് തന്നെ എല്ലാ പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, 16 വയസ്സായ, അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയടക്കം, അച്ഛൻ, മക്കളടക്കം, പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയടക്കം 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ 4 പേരിൽ ആരാണ് കൃത്യം നടത്തിയതെന്ന് ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതായത് 4 പ്രതികളിൽ ആരാണ് കുത്തിയത് എന്നുള്ളത് പോലീസിന് ഈ നിമിഷം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതുകൂടാതെ ഇവരുടെയായി ചോദ്യം ചെയ്യുമ്പോഴാണ് കത്തി കളഞ്ഞതായും ആ കത്തി അന്വേഷിച്ചാണ് പോലീസ് പോയതെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് 6 മണിവരെയും പോലീസിന് ആ കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ 4 പേരിൽ ആരാണ് കൃത്യം നടത്തിയതെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 16 വയസ്സായ, അതായത് പ്രായപൂർത്തിയാകാത്ത ആ ചെറുപ്പക്കാരൻ പയ്യനാണ് കൊലപാതകം നടത്തിയെന്നൊരു ഭാഷ്യം കൂടി ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതല്ല, അച്ഛനും മക്കളും ചേർന്ന്, അതായത് പൊടിയൻ എന്ന് വിളിക്കുന്ന ബിജുവും അതുപോലെ മറ്റു 2 മക്കളും കൂടി ചേർന്നിട്ടാണ് കൃത്യം നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും കേസ് ഏതാണ്ട് നെല്ലിമൂട് കാഞ്ഞിരംകുളം മേഖലയിൽ വലിയ തരത്തിലുള്ള ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അയൽവാസികൾ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളും അയൽവാസികളുമായവർ നിരന്തരം ബൈക്ക് റേസിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള സാധാരണ, അത് പലപ്പോഴും അടിയിലേക്കും കലാശിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു കൊലപാതകത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ നാടിനെ മൊത്തത്തിൽ നടുക്കിയിരിക്കുകയാണ്. ഒരു രാത്രി പുലരുമ്പോൾ മനസ്സിലാകുന്നത് ആ ദിവസം
മൊത്തം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് രാത്രി 10:30 മരിച്ചു എന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത ആ നാടിനെ ആകെ ഏതാണ്ട് വലിയ തരത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഭീതിയുടെ നിഴലിൽ ആഴ്ത്തിയിരിക്കുകയാണെന്ന് കൂടി പറയേണ്ടി വരും.